മുഹമ്മദ് സിറാജ് പ്രതിരോധിച്ച ആ 29 പന്തുകൾ എൻ്റെ സെഞ്ചുറിയിൽ ആ സോളിഡ് ഡിഫൻസിന് വലിയ റോളുണ്ട്. കൊളംബോയിലെ ഇന്നിംഗ്സിന് ശേഷം ധ്രുവ് ജുറേലിന്റെ പ്രതികരണമായിരുന്നു ഇത്. അസിത ഫെർണാണ്ടോ എറിഞ്ഞ് 136 ഓവറുള്ള 4-ാം പന്തിൽ ജുറേലിന്റെ സിംഗിൾ. മുഹമ്മദ് സിറാജ് ഓടി ക്രീസിലേക്ക് കടന്നതും ജുറേലിനരികിലേക്ക് അയാൾ പാഞ്ഞെത്തി. പിന്നെ സിറാജ് മതിമറന്ന് ആഘോഷിക്കുന്നതാണ് കണ്ടത്. സത്യത്തിൽ ആരാണ് സെഞ്ചുറി അടിച്ചത് എന്ന കാര്യം പോലും ആരാധകർ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി കാണുമോ? ജുറേലിന്റെ മുഖത്ത് പോലും അത്രത്തോളം ആവേശമുണ്ടായിരുന്നില്ല. ജുറേൽ 99 റൺസ് പൂർത്തിയാക്കി കഴിഞ്ഞ് 3 ഓവറുകൾക്ക് ശേഷമാണ് 3 അക്കം തൊടുന്നത്. അതിനിടയിൽ 2 മെയ്ഡിനുകൾ പറന്നു. അതിലൊന്ന് സിറാജാണ് പ്രതിരോധിച്ചത്. ശ്രീലങ്കൻ ബോളർമാർ വിക്കറ്റിനായി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ സിറാജ് ജുറേലിനായി ഒരു വൻമതിൽ തീർത്തു. സഹതാരങ്ങളുടെ നേട്ടങ്ങളെ തൻ്റേതെന്ന പോലെ ആഘോഷിക്കുന്ന സിറാജിനെ ഇതിനു മുമ്പും പലകുറി നമ്മൾ മൈതാനങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒപ്പം എതിരാളികളോട് പലപ്പോഴും തൻ്റെ അഗ്രഷൻ പരസ്യമാക്കുന്ന സിറാജിനെയും. എ കംപ്ലീറ്റ് ടീം മാൻ. വിരാട് കോഹ്ലിയിൽ നിന്ന് പരകായ പ്രവേശം ചെയ്തതുപോലെ മൈതാനങ്ങളിൽ അയാളിലെ ചില ഭാവങ്ങൾ ആരാധകരെ ആവേശക്കൊണ്ട് മുടിയേറ്റും. സിറാജ് പന്തുകൊണ്ട് മൈതാനത്ത് അത്ഭുതങ്ങൾ തീർക്കുന്നവരാണ്. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ അയാൾ പലപ്പോഴും റെസ്പോൺസിബിലിറ്റികൾ ഒറ്റയ്ക്ക് തോളിലേറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ബാറ്റ് കൊണ്ടും സിറാജ് ഇന്ത്യക്ക് നിർണായക സംഭാവനകൾ നൽകാറുണ്ട്. ശുഭ്മാൻ ഗിൽ എറയിലെ ആദ്യ ടെസ്റ്റ് സീരീസ് ഇംഗ്ലീഷ് മണ്ണിലായിരുന്നു. അന്ന് ഇന്ത്യ ആ പരമ്പര സമനിലയിലാക്കുമ്പോൾ സിറാജ് ഇന്ത്യൻ കുതിപ്പുകളുടെ മുന്നണി പോരാളികളിൽ ഒരാളായി. ആ പരമ്പരയിലെ ലോർഡ്സ് ടെസ്റ്റ് ഓർമ്മയില്ലേ? ഇന്ത്യക്കും വിജയത്തിനുമിടയിൽ വെറും 22 റൺസിന്റെ ദൂരമാണ് ഉണ്ടായിരുന്നത്. ഒറ്റ വിക്കറ്റാണ് കയ്യിൽ അവശേഷിക്കുന്നത്. ക്രീസിൽ സിറാജ്, മറുവശത്ത് ബാറ്റിംഗ് നല്ലവണ്ണം വശമുള്ള രവീന്ദ്ര ജഡേജ. സിറാജ് പിടിച്ചു നിൽക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയതാണ്. 30 പന്തുകളോളം അയാൾ ചെറുത്തു നിന്നു. 4 റൺസായിരുന്നു സ്കോർ ബോർഡിൽ ചേർത്തത്. എന്നാൽ അയാളുടെ ചെറുത്തുനിൽപ്പ് അധിക നേരം നീണ്ടില്ല. ഷുഐബ് ബഷീറിന്റെ കെണിയിൽ വീഴുന്നു. അതും പ്രതിരോധിച്ചിട്ടൊരു പന്ത് ഉരുണ്ടു വന്നാണ് വെയിൽസ് ഇളക്കിയത്. ഇംഗ്ലണ്ട് ആ വിജയം ആഘോഷിക്കുമ്പോൾ ലോർഡ്സിലെ 22 വരപ്പിച്ചിൽ കണ്ണീരണിഞ്ഞ് നിൽക്കുകയായിരുന്നു സിറാജ്. ബെൻ സ്റ്റോക്സ് അടക്കമുള്ളവർ വന്ന് അയാളെ ആശ്വസിപ്പിക്കുന്നത് കാണാമായിരുന്നു. ഇംഗ്ലീഷ് ബോളർമാർ പലകുറി വീഴ്ത്താൻ ശ്രമിച്ചിട്ടും 2 മണിക്കൂറോളമാണ് സിറാജ് ലോർഡ്സിൽ ജഡേജയ്ക്കൊപ്പം പിടിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ആ തോൽവിയുടെ പേരിൽ ജഡേജയെ പലരും പടി പറഞ്ഞപ്പോഴും സിറാജിനെ ആരും പ്രതിക്കൂട്ടിൽ നിർത്താൻ ഒരുക്കമല്ലായിരുന്നു. കുറച്ചുകൂടി പിറകിലേക്ക് പോകാം. വർഷം 2021. ചെപ്പോക്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയുടെ 2ാം മത്സരം അരങ്ങേറുന്നു. 8ാമനായി ഇറങ്ങിയ അശ്വിൻ സെഞ്ചുറിക്കരികിലാണ്. 9 വിക്കറ്റുകൾ ഇതിനോടകം നഷ്ടമായി കഴിഞ്ഞു. 10ാമനായി ക്രീസിലെത്തിയ സിറാജുണ്ടൊപ്പം. അയാളെ വീഴ്ത്തിയാൽ മതി ഇംഗ്ലണ്ടിന് അശ്വിന്റെ സെഞ്ചുറി തടയാം. എന്നാൽ സിറാജ് വിട്ടുകൊടുത്തില്ല. അശ്വിന്റെ സെഞ്ചുറിക്ക് മുമ്പ് 10 പന്തുകൾ അയാൾ മനോഹരമായി പ്രതിരോധിച്ചു. ഒടുവിൽ മൊയ്ൻ അലി എറിഞ്ഞ 82ാം ഓവറിൽ 1 സിക്സും 1 ഫോറും വായിച്ച് അശ്വിൻ തൻ്റെ 5ാം ടെസ്റ്റ് സെഞ്ചുറിയിൽ തൊട്ടു. അന്നും ആ നേട്ടം തൻ്റേതെന്ന പോലെയാണ് സിറാജ് ആഘോഷിച്ചത്. 2024 ബോർഡർ ഗവാസ്കർ ട്രോഫി. മെൽബണിൽ സെഞ്ചുറിക്ക് തൊട്ടരികിലാണ് നിതീഷ് കുമാർ റെഡ്ഡി. നിതീഷ് 90കളിലായിരുന്നപ്പോൾ അർദ്ധ സെഞ്ചുറിയുമായി വാഷിംഗ്ടൺ സുന്ദർ കൂടെയുണ്ട്. സമ്മർദ്ദമില്ലാതെ സെഞ്ചുറികൾ തൊടാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അയാൾ. എന്നാൽ പൊടുന്നനെ ഓസീസ് 2 വിക്കറ്റുകൾ വീഴ്ത്തുന്നു. 3 ഓവറിന്റെ ഇടവേളയിൽ വാഷിയും ജസ്പ്രീത് ബുംറയും കൂടാരം കയറുന്നു. ഇനി ആകെ അവശേഷിക്കുന്നത് ഒരൊറ്റ വിക്കറ്റ്. 10ാമൻ സിറാജ്. ബോളിംഗ് എൻഡിൽ ബുംറയെ വീഴ്ത്തി നിൽക്കുന്ന പാറ്റ് കമ്മിൻസ് ആണ്. അടുത്ത 3 പന്തുകൾക്ക് നിതീഷ് കുമാർ റെഡ്ഡിയുടെ കന്നി ടെസ്റ്റ് സെഞ്ചുറിക്കായി നിർണായക റോൾ വഹിക്കാനാകും. സിറാജ് ആ 3 പന്തുകളെയും ഡിഫെൻഡ് ചെയ്തു. തൊട്ടടുത്ത ഓവറിൽ സ്കോട്ട് ബോളണ്ടിനെ ബൗണ്ടറി വായിച്ച് നിതീഷ് സെഞ്ചുറികൾ തൊട്ടു. സിറാജ് പ്രതിരോധിച്ച ആ 3 പന്തുകൾക്ക് തന്റെ സെഞ്ചുറിയിൽ എത്ര വലിയ റോൾ ഉണ്ടായിരുന്നു എന്ന് ആ ഇന്നിംഗ്സിന് ശേഷം പറഞ്ഞു വെക്കുന്നുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി. സമീപകാലത്ത് സിറാജിന്റെ ബാറ്റിംഗ് ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. കൊളംബോയിൽ അരങ്ങേറിയ സന്നാഹ മത്സരത്തിൽ ശ്രീലങ്കയുടെ കയ്യിൽ നിന്ന് വിജയം തട്ടിപ്പറിച്ചെടുത്ത ഇന്നിംഗ്സ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിയിരുന്നു. കൊളംബോയിൽ 2ാം ഇന്നിംഗ്സിൽ ശ്രീലങ്കൻ 11 ഇന്ത്യക്ക് മുന്നിൽ ഉയർത്തിയത് വെറും 207 റൺസിന്റെ വിജയലക്ഷ്യമാണ്. 3ാം ദിനം ഇരു ടീമുകൾക്കും 45 ഓവർ വീതമായിരുന്നു ബാറ്റിംഗിന് അവസരം. ആദ്യ ഇന്നിംഗ്സിൽ 6 റൺസിന്റെ ലീഡുണ്ടായിരുന്ന ലങ്ക 2ാം ഇന്നിംഗ്സിൽ 45 ഓവറിൽ 200 റൺസ് അടിച്ചെടുക്കുന്നു. മറുപടി ബാറ്റിംഗിൽ അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് 16 റൺസാണ്. സാരാംസ് ജെയിനും മുഹമ്മദ് സിറാജുമായിരുന്നു ക്രീസിൽ. കെശാരാനോ വന്തയാണ് അവസാന ഓവർ എറിയാനെത്തിയത്. സിറാജ് തുടർച്ചയായി 3 സിക്സറുകൾ പായിച്ച് ആ മത്സരത്തിൽ ഇന്ത്യക്ക് ആവേശ ജയം സമ്മാനിച്ചു. അന്ന് ഇന്ത്യൻ താരം 15 പന്തിൽ അടിച്ചെടുത്തത് 32 റൺസ്, 4 സിക്സ് 1 ഫോർ. ബാറ്റ് വീശിയത് 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ. സിറാജ് ക്രീസിലെത്തുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ 3 ഓവറിൽ 26 റൺസ് വേണമായിരുന്നു. പ്രോപ്പർ ബാറ്റർമാർ ആരും ബാക്കിയില്ലാത്തതിനാൽ തന്നെ മത്സരം സമനിലയിൽ കലാശിക്കുമെന്നാണ് ശ്രീലങ്കൻ താരങ്ങൾ കരുതിയത്.
എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ അയാൾ തെറ്റിച്ചു. പലപ്പോഴും ഇന്ത്യക്ക് പന്ത് കൊണ്ട് ആവേശജയം സമ്മാനിക്കാറുള്ള സിറാജ് ബാറ്റ് കൊണ്ട് കാണിക്കുന്ന അത്ഭുതങ്ങൾ കൂടി ആരാധകർ ഏറ്റെടുക്കുകയാണ്. സർ വിവിയൻ സിറാജ്. ആരാധകർക്കിടയിൽ സിറാജിന് ഇപ്പോഴുള്ള വിളിപ്പേര് അതാണ്.